ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായൊരു നീക്കത്തിന് ജെറുസലേം നഗരം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചു. ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള 1000-ലധികം ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാരെയും ആത്മീയ നേതാക്കളെയും ഇസ്രായേൽ ഭരണകൂടം ഔദ്യോഗികമായി തങ്ങളുടെ അംബാസഡർമാരായി നിയമിച്ചു. വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധതയെയും ഇസ്രായേലിനെതിരായ തെറ്റായ പ്രചരണങ്ങളെയും ആഗോളതലത്തിൽ പ്രതിരോധിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഉച്ചകോടി ഇസ്രായേലും ഇവാഞ്ചലിക്കൽ സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. 2025 ഡിസംബർ 1 മുതൽ 8 വരെയാണ് യെരുശലേമിൽ ഈ ഉച്ചകോടി നടന്നത്. ഇസ്രായേൽ രാഷ്ട്രം 1948 നിലവിൽ വന്നതിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്രിസ്തീയ നേതാക്കളുടെ സംഗമമായിരുന്നു ഇവിടെ നടന്നത്. ഇസ്രായേലിൻ്റെ നയതന്ത്ര ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഈ ഉച്ചകോടി ഒരു സ്വകാര്യ സംരംഭം മാത്രമായിരുന്നില്ല. ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും ഡോക്ടർ മൈക്ക് ഇവാൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രണ്ട്സ് ഓഫ് സയോൺ ഹെറിറ്റേജ് സെൻറ്ററുമാണ് സംയുക്തമായി സുപ്രധാന ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഈ ഔദ്യോഗിക പങ്കാളിത്തം ക്രിസ്ത്യൻ സയനിസ്റ്റ് പിന്തുണയെ കേവലം ആത്മീയമായ സ്നേഹബന്ധത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ പ്രധാന നയതന്ത്ര ഉപകരണമായി മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ തന്ത്രപരമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര വിമർശനങ്ങളെയും ബഹിഷ്കരണ ശ്രമങ്ങളെയും നേരിടുവാൻ ശക്തമായ സ്വാധീനമുള്ള സുഹൃത്തുക്കളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നത് ഇസ്രായേലിൻ്റെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിനിധി സംഘത്തിൽ പങ്കെടുത്തവർ വെറും പാസ്റ്റർമാർ മാത്രമായിരുന്നില്ല. ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് തങ്ങളുടെ സന്ദേശം എത്തിക്കുവാൻ കഴിവുള്ള പ്രമുഖരായ ചില അമേരിക്കൻ മാധ്യമ വ്യക്തിത്വങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഡിസംബർ 3 ജെറുസലേമിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ മോഷെ സആർ പാസ്റ്റർമാരെ അഭിസംബോധന ചെയ്ത് ഇസ്രായേലിനോട് ചേർന്ന് നിന്നതിന് അദ്ദേഹം പ്രത്യേകം നന്ദി പറയുകയും നിങ്ങൾ സത്യത്തിൻ്റെ അംബാസഡർമാരാണെന്നവരെ വിശേഷിപ്പിക്കുകയും ചെയ്തു. മന്ത്രി ഗിദയോൻ സആർ യെരുശലേമിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ജെറുസലേം നഗരം യഹൂദ രാഷ്ട്രത്തിൻ്റെയും ജനതയുടെയും നിത്യ തലസ്ഥാനമാണ്. ഇത് കേവലം ഒരു സാധാരണ നഗരമല്ല, 3000 വർഷങ്ങളിലധികം നീണ്ടുനിന്ന ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണിത്. ദാവീദിൻ്റെ പുരാതന നഗരവും തലസ്ഥാനവുമായ സിറ്റി ഓഫ് ഡേവിഡിലെ പുരാവസ്തു കണ്ടെത്തലുകൾ ഈ പുരാതന നഗരവുമായി യഹൂദ ജനതയുടെ ബന്ധം ചോദ്യങ്ങൾക്ക് അതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യഹൂദ ജനതയെയും അവരുടെ പുരാതന മാതൃഭൂമിയെയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ആഗോള പ്രസ്ഥാനം ഇന്ന് സജീവമാണ് എന്ന് സാർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ബൈബിളിലെ പുണ്യസ്ഥലങ്ങളായ ശിലോയും ഹെബ്രോനും പിതാക്കന്മാരുടെ ഗുഹയും ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. ഈ സംഘർഷത്തെ ഒരു ആധുനിക രാഷ്ട്രീയ തർക്കമായിട്ടല്ല, മറിച്ച് ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ഒരടിത്തറയുടെ പ്രതിരോധമായി ഇസ്രായേൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ബൈബിളിലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അക്ഷരാർത്ഥത്തിൽ കാണുന്ന ഇവാഞ്ചലിക്കൽ ക്രൈസ്തവ വിശ്വാസികളോട് നേരിട്ട് അവർ തന്നെ പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേലിന് കഴിഞ്ഞ 2 വർഷം അതീവ വേദനയുടേതായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ആഗോളതലത്തിൽ ആൻറ്റിസെമിറ്റിസം അതിരൂക്ഷമായ കാലഘട്ടമായിരുന്നു അത്. ആഗോളതലത്തിൽ കഴിഞ്ഞ ജൂലൈയിലൊക്കെ എത്തിയപ്പോഴേക്ക് അത് 21% കണ്ട് വർദ്ധിച്ചു. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും ജൂതവിരുദ്ധ പ്രകടനങ്ങൾ നടന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഹമാസ് അനുകൂലികളുടെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ്. ലോകമെങ്ങുമുള്ള ജനാധിപത്യ സമൂഹങ്ങൾക്ക് പോലും ഇവർ ഒരു വലിയ ഭീഷണിയാണെന്ന് അന്താരാഷ്ട്ര ജൂത നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഫ്രണ്ട്സ് ഓഫ് സയോൺ സ്ഥാപകൻ മൈക്ക് ഇവാൻസ് ഇസ്രായേലിൻ്റെ ദുർബലമായ അവസ്ഥ ചൂണ്ടിക്കാട്ടി. ലോക ജനസംഖ്യയുടെ കേവലം 0.12% മാത്രമുള്ള ഇസ്രായേലിന് റാഡിക്കൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനെതിരെ നിലകൊള്ളാൻ മറ്റുള്ള പലരുടെയും സഹായം ആവശ്യമാണ്. ഇസ്രായേൽ ഇന്ന് ലോകത്തിന് തന്നെ ഒരു നിർണായക പ്രതിരോധ മതിലായി പ്രവർത്തിക്കുകയാണ്.
ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം കേവലം പിന്തുണ പ്രഖ്യാപിക്കുക എന്നതിലുപരി ഒക്ടോബർ 7 യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയായിരുന്നു. അക്രമം നടന്ന തെക്കൻ പ്രദേശങ്ങളിലും 378 പേർ കൊല്ലപ്പെടുകയും 44 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടന്ന സൈറ്റിലും പാസ്റ്റർമാരുടെ സംഘം സന്ദർശനം നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഈ സന്ദർശനങ്ങളെല്ലാം പാസ്റ്റർമാരുടെ ആശയപരമായ ഇസ്രായേൽ പിന്തുണയെ വൈകാരികമായ പ്രതിബദ്ധതയിലേക്ക് മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളായി വർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ അവർ കണ്ടുമുട്ടുകയും വിട്ടയക്കപ്പെട്ട ബന്ദികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തത് ഈ ദൗത്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇസ്രായേലിലെ US അംബാസിഡറും ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകനുമായ മൈക്ക് ഹക്കബി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും പാസ്റ്റർമാർക്ക് ശക്തമായ ആഹ്വാനം നൽകുകയും ചെയ്തു. ഇസ്രായേലിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടം രാഷ്ട്രീയമോ സാമൂഹികമോ സാമ്പത്തികമോ ഭൂമിശാസ്ത്രപരമോ ആയ വിഷയമല്ല, ആത്മീയമായൊരു വിഷയമാണ്. ഒക്ടോബർ 7 അക്രമം നമുക്ക് ഈ ലോകത്ത് കാണേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ തിന്മയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ പ്രസംഗത്തിൽ പ്രോ ബൈബിൾ എന്നാൽ പ്രോ ഇസ്രായേൽ എന്ന മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തിക്കാട്ടി. അമേരിക്കയിലെ പുൾപിറ്റുകൾ ഇസ്രായേലിനെ കുറിച്ചുള്ള സത്യം കൊണ്ട് ജ്വലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ഇസ്രായേൽ വിഷയത്തിൽ സമീപകാലത്ത് അമേരിക്കൻ പിന്തുണ പതിയെ കുറഞ്ഞു വരുന്നതിലും അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേലിനെതിരായ വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഹക്കബി പാസ്റ്റർമാരെ ആഹ്വാനം ചെയ്തു. ദ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളെയും ഇസ്രായേലിനെതിരെ വിമർശനം നിരന്തരം ഉന്നയിക്കുന്ന കൺസർവേറ്റീവ് കമന്റേറ്ററായ ടക്കർ കോൾസനെയും പോലെയുള്ളവരെയും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു വിമർശിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനു വേണ്ടി അവരെടുക്കുന്ന നടപടികളെ വിമർശിക്കുന്നത് അനാവശ്യമാണെന്നും ഒരു രാജ്യത്തിന് അങ്ങനെ പ്രതിരോധിക്കുവാൻ അവകാശമുണ്ടെന്നും മാധ്യമങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുപോലെ പാസ്റ്റർമാർക്ക് സത്യം വിളിച്ചു പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേൽ പിന്തുണ ഒരു അടിസ്ഥാന മൂല്യമായി നിലനിർത്താൻ പരമ്പരാഗത രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. ഈ സഖ്യത്തിൻ്റെ അടിത്തറ രാഷ്ട്രീയമല്ല, മറിച്ച് ബൈബിളാണ്. ക്രിസ്ത്യൻ സയനിസത്തിന്റെ കാഴ്ചപ്പാടിൽ ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും ദൈവത്തിൻ്റെ നിധി സമാനമായ സമ്പത്തുമാണ്. ഈ വിശ്വാസം ഉത്ഭവിക്കുന്നത് അബ്രഹാമിൻ്റെ ഉടമ്പടിയിലാണ്. ഉൽപ്പത്തി 12:2-3 വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്നും ഇസ്രായേലിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും ക്രിസ്തീയ സമൂഹം എല്ലാ കാലത്തും വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിത്യമാണെന്നും അവ റദ്ദാക്കാനോ ആത്മീയമായി സഭയിലേക്ക് മാത്രം അതിനെ പുനർവ്യാഖ്യാനം ചെയ്ത് ഉൾക്കൊള്ളാനോ കഴിയുകയില്ല എന്നും ക്രിസ്ത്യൻ സയനിസം ശക്തമായി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ അബ്രഹാമിക ഉടമ്പടി, ദാവീദിന്റെ ഉടമ്പടി എന്നിവ പുതിയ നിയമത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നു. ആധുനിക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ബൈബിളിലെ പ്രവചനങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും നിവൃത്തിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും അതിനോട് പങ്കുചേരുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം ഓർപ്പിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെട്ടതും ബൈബിളിൽ പ്രവചിക്കപ്പെട്ട മറ്റ് അന്ത്യകാല സംഭവങ്ങൾ ഒന്നൊന്നായി നിറവേറുന്നതും ഒരു സൂചനയായി പല ക്രിസ്ത്യൻ സയനിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഉച്ചകോടിക്ക് രാഷ്ട്രീയപരമായ വലിയ സ്വാധീനമുണ്ട്. അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയെന്നും ക്രിസ്ത്യൻ സുഹൃത്തുക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരും സ്വാധീനമുള്ളവരെന്നും വിദേശകാര്യ മന്ത്രി ഗിദയോൻ സആർ പ്രസ്താവിച്ചു. മൈക്ക് ഇവാൻസ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ലോകത്തിലെ ഭൂരിഭാഗം സയനിസ്റ്റുകളും യഹൂദന്മാരൊന്നുമല്ല. ബൈബിളിൽ വിശ്വസിക്കുന്നവരായ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ സയനിസ്റ്റുകളായിട്ടുള്ളത്. ഈ ബന്ധം കേവലം ഒരു വൈകാരികം മാത്രമല്ല, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന് വേണ്ടി നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തി കൂടെയാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. 1070 പ്രമുഖ പാസ്റ്റർമാർ ഇവിടെ പങ്കെടുത്തപ്പോൾ 200-ലധികം പേർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അല്ലെങ്കിൽ വൈറ്റ് ഹൗസുമായി നേരിട്ട് ബന്ധമുള്ളവരായിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. 2016-ലും 2024-ലും ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ഇവാഞ്ചലിക്കൽ വോട്ടുകൾ വലിയ പങ്കുവഹിച്ചുവെന്ന് ഇവാൻസ് ഓർപ്പിച്ചു.
ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ഇസ്രായേലിന് വേണ്ടി സംഭവിച്ച ജെറുസലേമിലേക്ക് US എംബസി മാറ്റിയതുപോലെയുള്ള സുപ്രധാന കാര്യങ്ങൾക്കെല്ലാം ഇവാഞ്ചലിക്കൽ വിശ്വാസികളാണ് കാരണമായി മാറിയതെന്ന് അദ്ദേഹം പറയുന്നു. ഈ സഖ്യം ഇസ്രായേലിന് രാഷ്ട്രീയപരമായ നേട്ടവും വിശ്വാസികൾക്ക് ആത്മീയ പൂർത്തീകരണവും നൽകുന്ന പരസ്പര പ്രയോജനകരമായ ഒരു ബന്ധമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാസ്റ്റർമാരുടെ ഈ വലിയ ദൗത്യം ഇസ്രായേലിന് ആഗോള പിന്തുണ ഉറപ്പാക്കുമ്പോൾ തന്നെ ആഴത്തിലുള്ള ദൈവശാസ്ത്രപരവും രാഷ്ട്രീയവുമായ വിഭജനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇതിൻ്റെ പുറകിൽ കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പുമായി വരുന്നത് പലസ്തീനിയൻ ക്രൈസ്തവർ തന്നെയാണ്. ജെറുസലേമിലെ പാത്രിയാർക്കീസ് ഉൾപ്പെടെയുള്ള പലസ്തീനിയൻ ക്രൈസ്തവ നേതാക്കൾ ക്രിസ്ത്യൻ സയണിസത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ക്രിസ്ത്യൻ സയണിസം സ്നേഹം, നീതി, അനുരഞ്ജനം എന്നിങ്ങനെയുള്ള ബൈബിളിലെ സന്ദേശത്തെ ദൂഷിപ്പിക്കുന്ന തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നവരാണെന്ന് ബിഷപ്പ് പ്രഖ്യാപിക്കുന്നു. ക്രിസ്ത്യൻ സയണിസം കോളനിവൽക്കരണം, വർണ്ണവിവേചനം, സാമ്രാജ്യത്വ നിർമ്മാണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. പലസ്തീൻ്റെ ഭൂമി പിടിച്ചെടുത്ത് അനധികൃതമായി നടത്തുന്ന ജൂത കുടിയേറ്റ സെറ്റിൽമെൻറ്റുകളെ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നത് പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള എല്ലാ സാധ്യതയെയും ഇല്ലാതെയാക്കുന്നതാണെന്നും ഇത് നീതിക്ക് നിരക്കാത്തതാണെന്നും അവർ കരുതുന്നു. ക്രിസ്ത്യൻ സയനിസത്തിൻ്റെ ഈ ലോകവീക്ഷണം ഒരു ജനതയ്ക്ക് മാത്രം പ്രത്യേകമായി ദൈവമെന്തോ പദവി നൽകിയിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണമാണെന്നും അത് യാഥാർത്ഥ്യമല്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ലെബനോൻ സന്ദർശിച്ച പോപ്പ് ലിയോ 14 പ്രഖ്യാപിച്ചു, 2 രാഷ്ട്രങ്ങളായി തീരുകയല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിമർശനം യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉള്ളതാണ്. ക്രിസ്ത്യൻ സയനിസ്റ്റ് സംഘത്തെ ഇസ്രായേലി നേതാക്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പല ജൂത നേതാക്കന്മാരും പല ജൂത വിഭാഗങ്ങളും ആശങ്കയോടെയാണ് ഇവരുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരെ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. അന്ത്യകാല ദൈവശാസ്ത്രം യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ വേഗത്തിലാക്കുന്നതിനായി യഹൂദരെ ഇസ്രായേലിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള ഒരു ഉപകരണമായി മാത്രം കാണുന്നവരാണ് ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന ഒരു ഭയം യഹൂദന്മാർക്കുണ്ട്. ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ യഹൂദരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിക്കുന്നു എന്ന മറ്റൊരാശങ്ക അവർക്കുണ്ട്. തങ്ങൾ ഒരിക്കലും മതപരിവർത്തനം ലക്ഷ്യമിടുന്നില്ലെന്നും യഹൂദന്മാരുമായുള്ള 2000 വർഷത്തെ മോശം ബന്ധം മെച്ചപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നതെന്നും ക്രിസ്ത്യൻ സയനിസ്റ്റ് നേതാക്കൾ വ്യക്തമാക്കുന്നൊക്കെയുണ്ട്. അതോടുകൂടെ തീവ്രമായ വലതുപക്ഷ നിലപാടുകൾ, അതായത് സമാധാന ചർച്ചകൾക്കായി 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കരുതെന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ കടുംപിടുത്ത നിലപാട് ബൈബിളിലെ വാഗ്ദത്ത ദേശത്തിൻ്റെ ഭൂപടത്തെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഭൂമി മുഴുവൻ അവർക്ക് സ്വന്തമായി വേണമെന്നുള്ള നിലപാട് എല്ലാ സമാധാന ശ്രമങ്ങളെയും തകർക്കുന്നതും ഇസ്രായേലിൻ്റെ നയതന്ത്രത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ കേവലം 1000 പാസ്റ്റർമാരെ അംബാസഡർമാരായി നിയമിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ നീക്കം തീരെ ചെറിയ കാര്യമൊന്നുമല്ല. മറിച്ച് ആഗോളതലത്തിൽ ജൂതവിരോധത്തെയും തെറ്റായ വിവരങ്ങളെയും ചെറുക്കുവാനുള്ള ഒരു യുദ്ധം തന്നെയാണിത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുടെ ശബ്ദം എതിർ പ്രചാരത്തെക്കാൾ ഉച്ചത്തിൽ ഉയരണമെന്നാണ് മൈക്ക് ഇവാൻസിൻ്റെ ആഹ്വാനം. ഇതിന് കാരണമായത് ഈ സമീപകാലത്തിൽ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ വലിയ നിലയിലുള്ള മാധ്യമ പ്രചരണങ്ങളും പ്രകടനങ്ങളുമൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ അംബാസഡർമാർ തങ്ങളുടെ സഭകളിലും യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇസ്രായേലിൻ്റെ പക്ഷം ശക്തമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കും. യുവാക്കളിലേക്കും ഇസ്രായേലിൻ്റെ കഥയും സന്ദേശവും എത്തിക്കുക എന്നുള്ളതും ഇവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ ദൗത്യത്തിലൂടെ ഇസ്രായേൽ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ 1000 പാസ്റ്റർമാർ ഇസ്രായേലിൻ്റെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തുക്കളായും സത്യത്തിനു വേണ്ടിയുള്ള ആഗോള പോരാളികളായും മാറുന്നു എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ഉച്ചകോടി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് 2026 അതായത് അടുത്ത വർഷം നടക്കുവാൻ പോകുന്ന ഒരു വലിയ ഇവന്റിനുള്ള ആസൂത്രണത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ഭാഗമാണിത്. ഒരു മാസീവ് ക്യാമ്പയിൻ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. ലോകവ്യാപകമായി 10 ലക്ഷം പാസ്റ്റർമാരെയും
10 ലക്ഷം സഭകളെയും ഈ ആശയത്തിന് വേണ്ടി അണിനിരത്തുക എന്നുള്ളതാണ് ഇവരുടെ ദീർഘകാല തന്ത്രം. സുവിശേഷപരമായ പിന്തുണയെ ഒരു സ്ഥായിയായ ആഗോള നയതന്ത്ര ശക്തിയായി പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ ഇസ്രായേലും ഫ്രണ്ട്സ് ഓഫ് സയോണും നടത്തുന്ന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരു സങ്കീർത്തന ഭാഗം ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സങ്കീർത്തനം 122 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും.